മുന്നറിയിപ്പില്ലാതെ റോഡ് കുത്തിപ്പൊളിച്ചുള്ള നിർമ്മാണത്തിനെതിരെ തിരുവനന്തപുരത്ത് പ്രതിഷേധം. ഹോളി ഏഞ്ചൽ സ്കൂളിന് മുന്നിൽ അധ്യാപകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പില്ലാതെ റോഡ് കുത്തിപ്പൊളിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. സുനിഷ അയലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ അയലൂർ, ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ലേ? പകരം കടന്നുപോകാനുള്ള വഴി പോലും ഒരുക്കാതെയാണോ റോഡ് കുത്തിപ്പൊളിച്ചത്? തിരുവനന്തപുരത്ത് പലയിടത്തും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ റോഡ് പണി നടക്കുകയാണ്. അതിന്റെ ഭാഗമായി പല റോഡുകളും കുത്തിപ്പൊളിച്ചിരിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹോളി ഏഞ്ചൽസ് കോൺവെന്റിന് സമീപത്തെ, അതായത് ജനറൽ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റുള്ള ഈ റോഡും കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഈ സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എന്നതാണ്. ഇവിടേക്ക് എത്തേണ്ടവർക്ക്, പ്രധാനമായും ഈ ജനറൽ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റുള്ള ഈ റോഡ് വഴി ഈ സ്കൂളിലേക്ക് എത്തേണ്ടവർക്ക് ചുറ്റി വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് വലിയ രീതിയിൽ മുന്നറിയിപ്പില്ലാത്തൊരു സാഹചര്യം കൂടിയായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതാണ്. നമ്മുടെ കൂടെ പ്രിൻസിപ്പൽ തന്നെയുണ്ട്. മാഡം, നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യം? ഇല്ല, നമുക്കൊരു ഇൻഫർമേഷൻ തന്നിട്ടില്ലായിരുന്നു. നമ്മൾ അതായത് കുറച്ച് പേരൻസ് നമ്മൾ മാസിന് വന്നപ്പോൾ പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. അതല്ലാതെ യാതൊരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ ഈ എക്സാം വരെയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ ടൈം തന്നേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ. നമ്മൾ ചോദിച്ചാൽ പറയുന്നത് ഈ വർക്ക് അവർക്ക് 31 മുന്നേ തീർക്കണം. അപ്പം ദെൻ വാട്ട് അബൌട്ട് ഫണ്ട് 31 മാർച്ചിൽ കഴിയോ? അപ്പോൾ അതിന് മുമ്പേ ചെയ്യണം. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എക്സാം നടക്കുക. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾ നിങ്ങൾ അവരോട് സംസാരിച്ചിരുന്നില്ലേ? ഈ വിഷയം സംസാരിച്ചു. എന്ത് പറഞ്ഞാലും ആ വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരിപ്പോൾ ഏത് വഴി വരണം? ഇനി അതുവഴി ചുറ്റി വരിക എന്നുള്ളതാണ്. ബസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും കുട്ടികളെ കൊണ്ടുപോകുമ്പം നോക്കി ഈ ഏരിയയിൽ എങ്ങനെ ഇത്രയും കുട്ടികളെയും കൊണ്ടുപോകുന്നത്? അറൗണ്ട് 5000 സ്റ്റുഡൻസ് ആയി. അപ്പോൾ അവരുടെ സേഫ്റ്റി ഞങ്ങളാണ് നോക്കേണ്ടത്. അപ്പം ഗവൺമെന്റ് അതിനെന്തെങ്കിലും ഒരു തീരുമാനം. ഞങ്ങൾ ഡെവലപ്മെന്റിനെതിരല്ല, അവരുടെ ഒരു സേഫ്റ്റിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ റോഡ് ഇപ്പോൾ അവർ പൊളിക്കുവാണെങ്കിൽ ബസ് എടുക്കാൻ പറ്റത്തില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. നിലവിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്, അതായത് ഇന്നലെ രാത്രി പൊളിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരുവിധ മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ല. ഇന്ന് രാവിലെ എത്തുമ്പോഴാണ് ഇങ്ങനെയൊരു സാഹചര്യം അറിയുന്നത്. പറഞ്ഞപ്പോൾ ഈ 31 തന്നെ ഇവർ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിക്കുന്നത് ഇന്ന് ഈ റോഡ് അടക്കമുള്ളത് സ്കൂൾ അധികൃതർക്ക് ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ സുനിഷ പറഞ്ഞതിൽ നിന്നും പ്രിൻസിപ്പലിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്.